ആര്യ ചേച്ചി, ഓ ഇനി ഒരു ബാബുക്ക ഹിറ്റ്സ് ആണ് വരാൻ പോകുന്നത്. ആ റൗണ്ടിൽ പെർഫോം ചെയ്യാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും മിടുക്കി കുട്ടി എത്താൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം അനുഷ്ക കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ ഹായ് അനുഷ്ക. ഹായ്. നിറയെ പൂക്കളാണല്ലോ. അത് നല്ല നല്ല ഉടുപ്പാണല്ലോ, അടിപൊളി ഉടുപ്പ്. പുഷ്പിച്ചിരിക്കുക. അതെ, പ്രത്യേകിച്ച് അതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ. പിന്നെ നമുക്ക് അനുഷ്ക വരുമ്പോ പറയണ്ടല്ലോ അല്ലേ, എന്തായാലും ഉടുപ്പിന്റെ കാര്യം. ഉടുപ്പിന്റെ കാര്യം അതെ അതെ 100% ആ space അമ്മ അടിപൊളിയായിരിക്കും. കൊണ്ടുപോകും. അതെ. ഇന്ന് നമ്മൾ മൂന്നാളും റെഡ് ആട്ടോ. അനുഷ്ക ഏത് ഉടുപ്പിട്ടാലും ആ ഉടുപ്പിനൊരു ഭംഗി തന്നെ വരികയാണ്. ഇപ്പൊ ദിവ്യ പറയണ്ടാവും, ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. പറയാറുണ്ടല്ലോ. ചുമ്മാ യെസ്. അപ്പൊ അനുഷ്ക ഏത് പാട്ടായിരുന്നു പാടാൻ പോകുന്നത്? തളിരിട്ട്. ആ ഉഗ്രം പാട്ട്, ബ്യൂട്ടിഫുൾ സോങ്. ജാനകിയമ്മയുടെ അതിമനോഹരമായ പാട്ട് അല്ലേ? ഡീറ്റെയിൽസ് പ്ലീസ്. മ്യൂസിക് ബാബുരാജ് സർ, ലിറിക്സ് പി ഭാസ്കരൻ സർ, പാടിയത് എസ് ജാനകിയമ്മ, മൂവി മൂടുപടം, ഇയർ 1963. യെസ്, മിടുക്കി. കേൾക്കാല്ലേ നമുക്ക്? പാട്ട് കേൾക്കാം. ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. All the best. Okay, all the best. Thank you.
വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. അനുഷ്ക കുട്ടി, ബാബുക്കയുടെ പാട്ട് പാടാൻ നേരം എന്തൊക്കെ പ്രിപ്പറേഷൻ എടുത്തേ? ഫസ്റ്റ് തന്നെ ഫീൽ ആയിരുന്നു വേണ്ടത്. ഫീലായിരുന്നു മെയിൻ. ബാബുരാജ് സാറിന്റെ എല്ലാ പാട്ടും എന്ന് പറഞ്ഞാൽ അത്ര ഫീലുള്ള പാട്ടാ കേൾക്കുമ്പോ അല്ലേ? അപ്പൊ അത് കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് കൊടുക്കാൻ പറ്റിയോ? എന്താ തോന്നുന്നു? സ്വന്തമായിട്ട് എന്താ തോന്നണേ? പറ്റിയെന്ന് തോന്നുന്നു. ചോദിച്ചു നോക്കാം നമുക്ക്. ഫീല് കിട്ടിയോ മധുകൾ? ഫീല് നന്നായിട്ട് കിട്ടി. സക്സസ്. നന്നായിരുന്നു കേട്ടോ. നല്ല ഫീൽ തന്നെയാണ് പാടിയത്. പിന്നെ ആ ശബ്ദം വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതെപ്പോഴും അറിയാതെ പറഞ്ഞു പോവാണ്. എന്താ വേണ്ടെന്ന് വെക്കും, പക്ഷെ അറിയാതെ പറഞ്ഞു പോവാണ്. കാരണം ഇത് പല പ്രാവശ്യം ആയില്ലേ പറയണു അല്ലേ? ശബ്ദത്തിന്റെ മനോഹാരിത ഉഗ്രനായിട്ടുണ്ട്. എനിക്ക് തോന്നിയത് ഈ ബേസ് റേഞ്ച് വരുമ്പോ ആണ് ഈ വിറ വരുന്നുണ്ട്, വോയിസ് ഇത്തിരി ഷേക്ക് ആവുന്നുണ്ട് പ്രത്യേകിച്ച്. പക്ഷെ ഹൈ റേഞ്ച് പാടുന്ന സ്ഥലത്തൊക്കെ ബോൾഡായിട്ട് നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചരണമാണ്. ചരണം വളരെ മനോഹരമായിട്ട് പാടി. അതിൽ പ്രത്യേകിച്ച് കോവിലിൻ നട തുറന്നത് ആർക്ക് വേണ്ടി എന്ന് പാടിയ ആ ലൈൻ, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ വിറയുടെ കാര്യം, വൈബ്രേഷൻ ഉണ്ട് വോയിസിൽ, അതൊന്ന് മാറ്റിയെടുക്കണം എന്തായാലും. പിന്നെ മാനസ പൂജയിൽ ആർക്ക് വേണ്ടിയെന്ന് നിർത്തിയില്ലേ, അതിന് കുറച്ചുകൂടി ഒന്ന് ഫിനിഷിംഗ് ഉണ്ടാക്കി നല്ലായിരുന്നു തോന്നി. ഒന്ന് പാടിയ അവിടെ ഹൈ പിച്ച്. അത് തന്നെ, അത് നേരത്തെ കുറച്ചൊന്ന് ക്ലാരിറ്റി വേണം തോന്നി. അപ്പൊ ഇതൊക്കെ ഉള്ളൂ എനിക്ക് തോന്നിയത്. ഇപ്പൊ പാട്ടൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്. ഈ ഒരു സംഭവം മാറ്റിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. ആ ഒരു വിറയ്ക്കുന്ന ഒരു ഇതില്ലേ, ആ വോയിസ് ഒന്ന് ഇത്തിരി എന്താ പറയാ ബോൾഡ് ആക്കി എടുക്കണം. കുറച്ച് സ്റ്റാമിന വേണം. അതിന് ഭക്ഷണം വരെയൊക്കെ കഴിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? അച്ഛനും അമ്മയോട് ചോദിക്കണോ? അല്ല, ഇവള് നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കും. ആദ്യം ഫുഡ് എടുക്കുമ്പോ കുറച്ച് എടുക്കുള്ളൂ ക്വാണ്ടിറ്റി. കുറച്ച് കഴിയുമ്പോ പിന്നെയും പോയി എടുക്കും. ഞാൻ തന്നെ കണ്ണു തള്ളി പോകും ചില. പിന്നെ ഇനി ഭക്ഷണം കൂടിപ്പോയതിന്റെ അതെ. അപ്പൊ ഇത്ര എനർജി കുറച്ച് എനർജി കൂടിയാലും ചിലപ്പോ ഇങ്ങനെ സംഭവിക്കാം അല്ലേ? അല്ലേ അറിയാം? ശരിയായിരിക്കാം. യെസ്. അപ്പൊ എന്തായാലും സത്യം പറഞ്ഞത്ര ഞാൻ ഫുഡ് കഴിക്കാറില്ല. ഇല്ല അല്ലേ? അതാണ് നേരത്തെ പറഞ്ഞ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മറുപടി ഉണ്ടാവും പറഞ്ഞത്. ഓക്കെ. കുഴപ്പമില്ല, ആഹാരം കഴിക്കണം നല്ലതാണ്. പാട്ടുകാർ പ്രത്യേകിച്ചും നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വോയിസ് ഒക്കെ നല്ല സ്റ്റാമിന, നല്ല ഒരു ധൈര്യം ഉണ്ടാവും. അത് നമ്മുടെ മനസ്സിന് തന്നെ ഒരു ഉണർവുണ്ടാവും. പ്രത്യേകിച്ചും പറഞ്ഞിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും മുടക്കരുതെന്ന്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഡോക്ടർ പറഞ്ഞു കൊടുക്കണം. അതെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്കൊന്ന് തോന്നിയത്. വോയിസ് ഒന്ന് കുറച്ചൊന്ന് സ്റ്റഡി ആക്കണം കേട്ടോ. അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ശ്രുതി ഇട്ടിട്ട് ലോങ് നോട്ട്സ് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ സ്റ്റഡി ആയിട്ടിരിക്കണം, ആടരുത്. ഒന്ന് പാടി കേട്ടെ. അല്ലെങ്കിൽ പാടിക്കോ. അവസാനാകുമ്പോ വരുന്നുണ്ട്, ഷേക്ക് വരുന്നുണ്ട്. സാ പാടിയ ഇപ്പൊ ഇങ്ങനെ പാടുമ്പോ വലിയ പ്രശ്നം തോന്നുന്നില്ല. പക്ഷെ പാട്ട് പാടുമ്പോ വലിയ ഫ്രേസസ് വരുമ്പോഴായിരിക്കണം. അപ്പൊ അതൊന്നും മാറ്റിയെടുക്കണം. ഇങ്ങനെ ചെയ്താൽ മതി, മാറി കിട്ടും പതുക്കെ ചെയ്താൽ മതി. ഓക്കെ അരിക്കുട്ടി. യെസ് മധുകുട്സ്, പ്രൊസീഡ്. അനുഷ്ക, എന്ത് ബ്യൂട്ടിഫുൾ സെലക്ഷൻ. താങ്ക് യു. നല്ല പാട്ടാട്ടോ സെലക്ട് ചെയ്തത്. അനുഷ്കിന് പറ്റിയൊരു പാട്ട്, അനുഷ്കിന് പാടി ഫലിപ്പിക്കാൻ പറ്റിയൊരു പാട്ടാണ് അനുഷ്ക സെലക്ട് ചെയ്തതെന്ന് തോന്നി. സോ ബ്യൂട്ടിഫുൾ സെലക്ഷൻ.
കേട്ടോ. അതിനൊരു കയ്യടി ആദ്യം തന്നെ. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നു. നല്ല രസമായിട്ട് പാടി, നല്ല ഫീലായിട്ട് പാടി. എനിക്കും ഈ ഒരു വിറയാണ് ഇന്നത്തെ ഒരു വില്ലനായി വന്നതെന്നാണ് തോന്നുന്നത്. ഇത് ഒറിജിനൽ സ്കെയിലാണോ പാടിയത്? ഒറിജിനൽ. നമുക്കൊന്ന് അപ്പ് ചെയ്യണമായിരുന്നോ? അത് ഞാൻ ചെയ്ത് നോക്കി, പക്ഷെ ഡി high pitch ന്റെ ഷാർപ്പ് പ്രശ്നം. ഹൈ പോകുമ്പോ കിട്ടുന്നില്ല. മധുര പ്രതീക്ഷയൊക്കെ മങ്ങും അല്ലേ? പിന്നെ കുറയ്ക്കാനും പറ്റില്ല. കുറയ്ക്കാനും പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നു പൊതുവേ അനുഷ്കിന് ബേസ് റേഞ്ച് വരുമ്പോഴത്തേക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഷ്കിന് ഉണ്ട്. അപ്പോ നമുക്ക് അതാണ് വർക്ക് ചെയ്യേണ്ടത്. ചേട്ടൻ പറഞ്ഞ പോലെ നോട്ട്സ് സസ്റ്റെയിൻ ചെയ്ത്, അതും താഴേക്കുള്ളത് താഴേക്ക്, സാ കഴിഞ്ഞ് താഴെ നീ, താഴെ ധ, അങ്ങനെ തിരിച്ച് താഴേക്കുള്ള സാധനങ്ങൾ നമ്മൾ വർക്ക് ചെയ്തേ പറ്റൂ കേട്ടോ. നമുക്ക് എന്താ പറയാ, ഏതെങ്കിലും ഒന്നില് കംഫർട്ടബിൾ ആയിരിക്കണം, ഒരു റേഞ്ചിൽ കംഫർട്ടബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഫ്രീക്വൻസീസിൽ നമ്മുടെ ആ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റേഞ്ച്, ശ്രുതി, അത് ആ ഒരു സ്കെയിൽ കണ്ടെത്തണം. അതെ, നമ്മൾക്ക് എത്രത്തോളം ഫ്രീ ആയിട്ട് ഹൈ പിച്ചും ഫ്രീ ആയിട്ട് ലോവും പോവാൻ പറ്റും എന്നുള്ളത് കണ്ടെത്തണം. അതായത് താഴത്തെ പഞ്ചവും മുതൽ മേളത്തെ സ്വന്തം ശ്രുതി. യെസ്. അപ്പൊ അത് കുറച്ചും കൂടെ ഒന്ന് അനുഷ്കിന്റെ ടീച്ചേഴ്സിന്റെ കൂടെ, നമ്മുടെ ഗ്രൂമേഴ്സിന്റെ കൂടെ ഒക്കെ ഇരുന്നൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ രസമായിരിക്കും തോന്നി കേട്ടോ. അപ്പൊ അതാണ് ഇന്ന് മെയിൻ വിറയാണ് മെയിൻ ഇന്നത്തെ. അത് എനിക്കൊന്ന് മുന്നേ അനുഷ്കിന് ഇല്ലായിരുന്നു. ഇത് ഉണ്ടായിരുന്നില്ല. ഇന്ന് MJ അങ്കിളിനെ കാണാത്തതിന്റെ ആണോ? അതാണോ? അതോ എന്നെ കണ്ടോണ്ടാണോ? അയ്യോ, അങ്ങനൊന്നുമില്ല, രണ്ടുമല്ല. MJ അങ്കിളിനെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? അതുണ്ട്, ഉണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോ അച്ഛൻ പറഞ്ഞത് തന്നെ ആയിരിക്കും. ഞങ്ങൾ എല്ലാരും മിസ് ചെയ്യുന്നുണ്ട്. കുട്ടൻചേട്ടൻ അവിടെ മലേഷ്യയിൽ അടിച്ചു പൊളിക്കുന്നുണ്ട്. യെസ്. അപ്പൊ അതൊക്കെയാണ് അനുഷ്ക് ഇന്നത്തെ കഥ. ഓക്കെ, അപ്പൊ ബ്രെത്ത്, ക്ലാരിറ്റി, വേറെ ഭയങ്കര കാര്യമായിട്ട് സൂക്ഷിക്കണം. അടുത്ത പാട്ടിലേക്ക് വരുമ്പോ ഇത് നമുക്ക് ക്ലീൻ ആയി പാടാൻ പറ്റണം കേട്ടോ. എനിക്ക് പ്രോമിസ് തരണം. പിങ്കി പ്രോമിസ്. ഉറപ്പ്. അടുത്ത പാട്ട് ഞാൻ നോക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സോ സ്വീറ്റ്. അനുഷ്ക മോളെ, ഞാനും ആക്കോട്ട് എഴുതിയിട്ടുള്ള കുറച്ച് ഷേക്കിയാണെന്ന് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. നല്ല രസമുള്ള പാട്ടാണ്. എസ്പെഷ്യലി ബാബുക്കേന്റെ ഈ പാട്ടിന്റെ ഇൻസ്ട്രുമെന്റേഷൻ വെരി സട്ടിലാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എസ്പെഷ്യലി സ്ട്രിങ്സും തുടങ്ങി ഫ്ലൂട്ടിൽ വന്നിട്ട് വീണയിൽ പോയിട്ട് തുടങ്ങി. നല്ല രസമാണ് ഇത് കേൾക്കാൻ. നല്ല ഇൻസ്ട്രുമെന്റേഷൻ ആണ്. ആൻഡ് ഇത് എൻ്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ 60s-ലും 70s-ലും മലയാള സിനിമ മ്യൂസിക്കിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ചെയ്തുകൊണ്ടിരുന്നത് ദേവരാജൻ മാസ്റ്ററും പിന്നെ ബാബുക്കയായിരുന്നു. ദേവരാജൻ മാസ്റ്ററിനായിരുന്നു പാട്ടുകൾ കൂടുതൽ. ഞാൻ കേട്ടിട്ടുള്ളത് ദേവരാജൻ മാസ്റ്റർക്ക് ബാബുക്ക ചെയ്ത പാട്ടുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള 2 പാട്ടുകളിൽ ഒന്ന് തളിരിട്ട കിനാക്കൾ, മറ്റേത് സൂര്യകാന്തിയായിരുന്നു. ഈ 2 പാട്ടും ദേവരാജൻ മാസ്റ്റർ ഭയങ്കര ഇഷ്ടമാണെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ലാണ്ട് മോളുടെ അപ്പിയറൻസ് വളരെ ആപ്റ്റ് ആണ് ഈ പാട്ടിന്. അത് ആൻഡ് ഓൾസോ ഈ സെറ്റില് ഗ്രാഫിക്സ് ചെയ്യുന്ന ടീമിന് ഒരു ഹ്യൂജ് അപ്ലോസ്. നല്ല ഫീൽ ആയിരുന്നു മോളെ. അപ്പൊ ഇത് മാത്രമാണ്. പിന്നെ എനിക്ക് എസ്പെഷ്യലി ആ പൂക്കാരിയും തുടങ്ങുന്ന ലൈൻ, കോവിലിൻ, ആ 2 ലൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അനുപല്ലവിയിലും ചരണത്തിലും വരുന്ന 2 ലൈൻ നല്ല രസമായിരുന്നു. നല്ല ഫീലാണ് മോള് പാടി കേട്ടോ. അടുത്ത പെർഫോമൻസ് ഇതിനെക്കാട്ടിലും നല്ലതാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. മോൾക്ക് ഉറപ്പില്ലേ? ഓൾ ദി ബെസ്റ്റ് മോളെ. ഞാൻ ദിവ്യ എന്ന അമ്മയുടെ അടുത്തേക്ക് വിടുന്നുണ്ട്. എവിടെ? ചന്ദ്രാപിന്നിയ, പെരിഞ്ഞനം. അതെ, പെരിഞ്ഞനത്തെ ബൊട്ടിക്കിലേക്ക് ഞാൻ വൈഫിനെ മാർക്കറിയാം. അനുഷ്ക മോളെ, ഈ ഒരു വെരി ഫീൽ ഗുഡ് സോങ് ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്ത മോൾക്ക് ഞങ്ങൾ ഡിസൈഡ് ചെയ്ത മാർക്ക് 97 out of 100. നമ്മൾ ഇതിലും ഒത്തിരി കൂട്ടി വാങ്ങണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ടാറ്റാ. അനുഷ്ക് പ്രോമിസ് മറക്കണ്ട. ഇല്ല, മറക്കില്ല. അടുത്തതിന് വേറെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതിനുള്ള പ്രാക്ടീസ് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോ. ടാങ്കിൽ ഇറങ്ങിയാണ് ശരി, എവിടെ ഇറങ്ങി. ഗുഡ് നൈറ്റ്. ബൈ, ഗുഡ് നൈറ്റ്.